പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ്റെ മീനമാസത്തിലേക്കുള്ള ചാരവശാലുള്ള പ്രവേശനവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. 12 രാശികളിലും സൂര്യൻ ഓരോ രാശികളിലും മാറി മാറി സഞ്ചരിച്ച് ഇപ്പോൾ സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചത് 1201 മീനമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി കാലത്ത് 1 മണിക്കാണ്. ആ സമയത്തായിരുന്നു മീനരവി സംക്രമം നടന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി സൂര്യൻ ശത്രുക്ഷേത്രത്തിലായിരുന്നു, മകരത്തിലും കുംഭത്തിലും. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ബലം, സൂര്യൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് മീനൻ രാശിയിൽ, സ്വന്തം സുക്ഷേത്രമായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം മുതലാണ്. ഏതായാലും ഈ മീനമാസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ആശ്രയഫലം ഇപ്രകാരമാണ്: തോയോത്ഥ പണ്യ വിഭവ വനിതാധൃത അന്ത്യേ. ഇദ്ദേഹം വനിതകളാൽ ആദരിക്കപ്പെടും. 1. തോയോത്ഥ പണ്യ വിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങളിലൂടെ ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കും. അതിനാൽ ഈ മീനമാസം എന്ത് വന്നാലും ഗൾഫിൽ ഇന്ന് നേരിടുന്ന, മിഡിൽ ഈസ്റ്റിൽ നേരിടുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം, വെള്ളത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാകും ഈ മീനമാസത്തിലെ സൂര്യനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യൻ മീനമാസത്തിൽ അങ്ങേയറ്റം അത്യുച്ചത്തിൽ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക്, മേടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതിനാൽ മീനത്തിൽ സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ ചുട്ടുപൊള്ളുന്നൊരു ഗ്രഹമാണ്. അതിനാൽ തൻ്റെ പരിസരത്തിനെ മുഴുവനും എന്തു ചെയ്യും? തൻ്റെ രശ്മികളാൽ സൂര്യൻ അങ്ങേയറ്റം എന്ത് ചെയ്യും? പീഡിപ്പിക്കും. സൂര്യാതാപം ഏൽക്കേണ്ട സമയമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പോൾ പോലും സൂര്യരശ്മികൾ അതിൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, ചൂടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇവിടെ നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമയം. ഇവിടെ മകരൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അതിശക്തമായ 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ നല്ലതാണ്. 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പേഴ്സണാലിറ്റി തനിക്ക് വേണ്ട രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവസരം മകരൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം 3-ലെ സൂര്യൻ പ്രദാനം ചെയ്യും. 2-ലെ സൂര്യൻ കഴിഞ്ഞ മാസം വളരെ ദുർബലമായിരുന്നു. അതിന് മുന്നിൽ മകരമാസത്തിലും കുംഭമാസത്തിലും അതിന് ശേഷം സൂര്യൻ വളരെ ദുർബലമായി ശത്രുസ്ഥാനത്തായിരുന്നു. ഇവിടെ സൂര്യൻ തൻ്റെ സുക്ഷേത്രത്തിൽ നിൽക്കുന്നു, വളരെ ബലവാനായി നിൽക്കുന്നു, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ സൂര്യൻ അഷ്ടമാധിപനാണ്, 8-ാം ഭാവാധിപനാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 3-ാം ഭാവം സഹോദരസ്ഥാനമാണ്. 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അഗ്രേജാതം രവിർഹന്തി, മൂത്ത സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ്. അച്ഛനെ പോലെ കണക്കാക്കേണ്ടുന്ന മൂത്ത സഹോദരങ്ങൾക്ക് ദോഷമാണ്. അപ്രകാരം തന്നെ പിതാവിനും വളരെ ദോഷമാണ്. 3-ൽ നിൽക്കുന്ന സൂര്യൻ എവിടേക്ക് നോക്കുന്നു? 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 9-ാം ഭാവം തൻ്റെ പൈതൃക ഭാവമാകുന്നു. അതിനാൽ അച്ഛനെയും സഹോദരങ്ങളെയും ആരോഗ്യവിഷയം ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ്. തൃതീയേ യഥാ അഹർമണി ജന്മകാലയെ പ്രതാപാധികം വിക്രമഞ്ച ആധുനതി. 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ പ്രതാപത്തിൻ്റെ ആധിക്യമുണ്ടാകുന്നു, പരാക്രമം പ്രകടിപ്പിക്കുന്നു. നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള കരുത്ത് 3-ലെ സൂര്യൻ പ്രദാനം ചെയ്യുമെന്ന് സാരം. തഥാ സോദരഹി തപ്യതേ, സഹോദരങ്ങളാൽ തനിക്ക് ദുഃഖം വരും. ഞാൻ പറഞ്ഞു. തീർത്ഥചാരി, 3-ലെ സൂര്യൻ എവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നു? 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. എന്താണ് 9-ാം ഭാവം? ഭാഗ്യധർമ്മ ദയാ പുണ്യ തപസ്താത സുധാത്മജ. തൻ്റെ ഭാഗ്യം, ധർമ്മം, ദയ, ധാർമ്മികത, മതപരം. ഇവിടെ തീർത്ഥാടനത്തിൽ ധാരാളം സന്ദർശിക്കുവാനുള്ള, തീർത്ഥാടന സങ്കേതങ്ങൾ സന്ദർശിക്കുവാനുള്ള, സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നു. സദാ അരിക്ഷയം, തന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റുന്നു. സങ്കരെ ശം നരേശാദ്, സങ്കരെ യുദ്ധത്തിൽ ശത്രുവിനെ നശിപ്പിക്കുന്നു. നരേശാദ് ശം, രാജാവ് തനിക്ക് സുഖം തരും.
അതിനാൽ അധികാരികളുടെ പ്രീതിക്ക് പാത്രമാകാൻ ഏറ്റവും നല്ല സമയമാണ്. ഒരു വ്യക്തിയുടെ എല്ലാ എനർജിയും എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും അത്രത്തോളം വളരെ അനുകൂലമായ സമയമാണ് ഈ ഒരു മാസക്കാലമെന്ന് അറിയുക. നന്നായി തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ രോഗികളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് വളരെ ഗുണമാണെന്നറിയുക. നന്ദി, നമസ്തേ.